ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. നിങ്ങൾ ഈ രാശിയിലാണോ ജനിച്ചത്? നിങ്ങൾ കുറച്ച് ഗവനമായിട്ടിരിക്കണം. എന്താണ് ഞാൻ പറയാൻ പോണെന്നൊന്നും മനസ്സിലായില്ലല്ലേ? വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേക്കും മനസ്സിലാവും. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രമാണങ്ങളെ ഉൾക്കൊണ്ടത് ആയിട്ടുള്ള വീഡിയോകളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ പല പല ടിപ്സുകൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കാണുക. ഇപ്പൊ ചെയ്യുന്ന വീഡിയോകളൊക്കെ കണക്ഷൻ വീഡിയോകളാണ്. മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ആ തരത്തിൽ വേണം ഓരോ വീഡിയോയും എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ അസ്ട്രോളജി നോളജിനെ വളർത്താനായിട്ട് ഈ ചാനലിലുള്ള പല വീഡിയോകളും ഉപകരിക്കും. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇന്ന് പറയാൻ പോണ വിഷയം എന്താണെന്നാ, നിങ്ങളൊരു രാശിയിൽ ജനിച്ചതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ രാശികൾക്കും ഓരോ സ്വഭാവമുണ്ട്. ഓരോ രാശികൾക്കും ഓരോ സ്വഭാവമുണ്ട്. ഈ സ്വഭാവം പറയാൻ വേണ്ടി തന്നെ വരാഹമിഹിരാചാര്യര് ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. മത്സ്യവു ഖടീനൃമൃദുനം സഗതം സവീണം ചാപി നരോശജഘനോ മകരോ മൃഗാസ്യ തൗലി സസസ്യ ദഹന പ്ലവകാച കന്യാ ശേഷാസ്വനാമാ സ്വചരാച്ച സർവേ. ഇതാണ് പ്രമാണം. അപ്പോ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മിഥുന രാശിയാണ്. മത്സ്യഖടീനൃമിഥുനം സഗതം സവീണം. സ ഗത സ വീണ. ഗതയും വീണയുമായിട്ടിരിക്കുന്ന, ഗത കൊണ്ടിരിക്കുന്ന പുരുഷനും വീണ കൊണ്ടിരിക്കുന്ന സ്ത്രീയും. ഇത് മിഥുനം എന്നുള്ള വാക്കിന് അർത്ഥം അറിയാ, കപ്പിൾസ് എന്നാണ്. ഒരു സ്ത്രീയും പുരുഷനും ഇരിക്കുന്ന സമയം ഇറ്റ് ഷുഡ് ബി ദാറ്റ് മച്ച് പ്രൈവറ്റ് അല്ലെ? ഒറ്റയ്ക്ക്, രഹസ്യം, സീക്രട്ട്. ഒരു സ്ത്രീയും പുരുഷനും സീക്രട്ട് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് നമ്മൾ പറയാറുണ്ട് എപ്പോഴും എല്ലാവരോടും. സ്പിരിച്വാലിറ്റി ആൻഡ് സെക്സ്വാലിറ്റി ഷുഡ് ബി ഹിഡൻ. സ്പിരിച്വാലിറ്റി ആൻഡ് സെക്സ്വാലിറ്റി ഷുഡ് ബി ഹിഡൻ. സ്പിരിച്വാലിറ്റിയും സെക്സ്വാലിറ്റിയും ഹിഡൻ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോ ഈ മിഥുന രാശിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ, അതായത് മകീരം, തിരുവാതിര, പുണർതം നക്ഷത്രമാണ് ഇതിലുള്ളത്. മകീരത്തിന്റെ അര, തിരുവാതിര, പുണർതം ഈ നക്ഷത്രമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കുക. പ്രത്യേകിച്ചും ലഗ്നം ഇവിടെ വന്നാൽ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിൽ തുറന്നു വെക്കാതിരിക്കുക. നിങ്ങളൊരു നല്ല ബിസിനസ് ചെയ്യണം, നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ തുറന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഈ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് അതേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് അവര് അതിൽ സക്സസ് ആവുകയും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഇത് തന്നെ ലഗ്നവും രാശിയും വരണമെന്നില്ല. കന്യാ ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ട് നിങ്ങളുടെ 10th ഹൗസിലായി വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. 10ാം ഭാവം ആണെങ്കിൽ എങ്കിലും ഞാൻ അതിലേക്ക് രാശി, ഭാവം, ഭാവാത്ഭാവം ഒന്നും ചിന്തിക്കുന്ന ഒരു തരത്തിലല്ല ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ച. ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ലഗ്നം അല്ലെങ്കിൽ നിങ്ങളുടെ രാശി. ലഗ്നം ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. രാശി എങ്ങനെ മനസ്സിലാവും? മകീരം സെക്കൻഡ് അര, മകീരത്തര രണ്ടാമത്തത്, അതായത് മിഥുനക്കൂർ, തിരുവാതിര, പുണർതം മുക്കാൽ. ഈ നക്ഷത്രങ്ങള്, മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങള് ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സക്സസ് വെളിവാക്കാതെ ഇരിക്കുക. പലപ്പോഴും ഇപ്പൊ
പരക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പിള്ളേരൊക്കെ വിദ്യാഭ്യാസം ചെയ്യണ സമയത്ത് അവര് +2 ജയിച്ചു A+ മൊത്തം, ഫുൾ A+, അല്ലെങ്കിൽ ഒരു ഡാൻസിന് ഒരു പ്രൈസ് കിട്ടി, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ പങ്കെടുത്തു, അതിന് പ്രൈസ് കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലഗ്നത്തിലാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സക്സസ്, വിജയം എന്ന് പറയുന്നത് ലഗ്ന കണക്റ്റഡാ. നിങ്ങളുടെ സക്സസ് നിങ്ങൾ കൊട്ടിഘോഷിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള നിങ്ങളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്ന് പറയുന്നത്. പിന്നെ ഈ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സൈക്കോളജിക്കലി പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ഇമ്പോർട്ടൻസ് പിടിച്ചു പറ്റുക. അതായത് ഒരു വില ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിജയങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നെത്താനെ പൈസ തുടങ്ങി പോസ്റ്റർ അടിച്ചു വെക്കുക ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഭാവിയിലേക്ക് നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കും. ദൃഷ്ടിദോഷം എന്നൊക്കെ ഒരു തരത്തിൽ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹെയിൽ ചെയ്യാതെ നിങ്ങളൊരു അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം കണ്ടെത്തുന്നുണ്ടാവുക. ഒരു ബിസിനസ്സിലാണെങ്കിൽ സക്സസ് വിത്ത് ഇത്ര കോടി രൂപ ആ ലാഭം, ആ സക്സസിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ വെളിവാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ചെറിയ ചെറിയ സക്സസുകൾ എടുത്ത് കാണിക്കാതിരിക്കുക. 10ാം ക്ലാസ് ജയിച്ചെന്ന് വെച്ചിട്ട് എന്താ കാര്യം? +2 ഫുൾ A+ കിട്ടിയെന്ന് വെച്ചിട്ട് എന്താ കാര്യം? ഡിഗ്രി എത്തിയെന്ന് വെച്ചാൽ അവിടെ സക്സസ് അതല്ല ഒരു ലക്ഷ്യം. ഒരു IAS കിട്ടി, IPS കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് അടിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അറിയാൻ പറ്റും. അത്തരത്തില് അത് കൊട്ടിഘോഷിക്കപ്പെടണം, അല്ലാണ്ട് നിങ്ങളായിട്ട് ഇത് പറയുകയല്ല വേണ്ടത്, പ്രത്യേകിച്ച് മിഥുന ലഗ്നക്കാരോട്. അപ്പൊ മിഥുനമാണോ നിങ്ങളുടെ ലഗ്നം, രാശി, നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് രാശിയുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഒരു പോയിന്റാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.